ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ചതുരപ്പുളി അഥവാ സ്റ്റാർ ഫ്രൂട്ട്, വൈരംപുളി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇന്ന് ഈ ഫ്രൂട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ ഫ്രൂട്ട് 3 ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ കുറച്ച് വലുതാക്കി ഒന്ന് കട്ട് ചെയ്ത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ്, കുറച്ച് വലുതാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് പച്ചമുളകാണ്. 2-3 പച്ചമുളക് എടുത്ത് ഇതുപോലെ നെടുകെ കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പോളം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 കഷ്ണം ചെറിയുള്ളിയും 1 കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവാൻ വെച്ചിരുന്ന സ്റ്റാർ ഫ്രൂട്ട് ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്റ്റാർ പുളിയൊക്കെ വീട്ടിലുള്ളവർ വെറുതെ കളയാതെ ഇതുപോലെയൊക്കെ കറിയൊക്കെ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മളിത് വേവിക്കാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇത് തിളക്കാൻ പാടില്ല, തിള വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതാണ്ട് ചെറിയ കോംപ്ല വന്നിട്ട് തിള വരാറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിത് മോര് കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഈ കറിക്ക്. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.